എല്ലാ ഇസ്രായേലി ബന്ദികളെയും മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ്. ട്രംപിന്റെ ഗാസ പദ്ധതി അംഗീകരിക്കുന്നുവെന്നും ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഭരണം കൈമാറുന്നതടക്കമുള്ള 20-ദിന പദ്ധതി ഞായറാഴ്ചയ്ക്കകം അംഗീകരിക്കുകയോ നിരസിക്കുകയോ വേണമെന്നും ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു. അതേസമയം ആയുധം വെച്ച് കീഴടങ്ങണമെന്ന ഇസ്രായേലിന്റെയും യുഎസിന്റെയും ആവശ്യത്തോട് ഹമാസ് പ്രതികരിച്ചിട്ടില്ല. എല്ലാ ബന്ദികളെയും മരിച്ചവരുടെ അവശിഷ്ടങ്ങളടക്കം ട്രംപ് മുന്നോട്ടുവച്ച പദ്ധതി പ്രകാരം കൈമാറാൻ തയ്യാറാണെന്ന് ഹമാസ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അറബ് ഇസ്ലാമിക് പിന്തുണയോടെയുള്ള പലസ്തീൻ ദേശീയ താൽപര്യത്തിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര പലസ്തീൻ സമിതിക്ക് ഗാസ മുനമ്പിന്റെ ഭരണം കൈമാറാൻ സന്നദ്ധമാണെന്നും ഹമാസിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. അടിയന്തര വെടിനിർത്തൽ വേണമെന്നും എല്ലാ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കണമെന്നും ഇസ്രായേൽ അവരുടെ പക്കലുള്ള പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്നും ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നുമാണ് ട്രംപിന്റെ 20-ദിന പദ്ധതിയിലെ പ്രധാന നിബന്ധനകൾ. ഇതിനു പുറമെ ഹമാസിന്റെ നിരായുധീകരണവും രാജ്യാന്തര സമിതിക്ക് അധികാരം കൈമാറണമെന്നും ട്രംപിന്റെ നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നു. ഗാസ മുനമ്പിലെ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ കൈമാറ്റം ചെയ്യാനും അടിയന്തര രക്ഷാസഹായം എത്തിക്കാനുമുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അറബ് ഇസ്ലാമിക് രാജ്യാന്തര ഇടപെടലുകളെയും അഭിനന്ദിക്കുന്നുവെന്നും ഹമാസിന്റെ പ്രസ്താവനയിലുണ്ട്. എന്നാൽ 20-ദിന പദ്ധതികളിൽ ഏതിലെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ എന്നത് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.